വല്ലൂരിൻ്റെ മഞ്ഞണിഞ്ഞ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഴയൊക്കെ ഗംഭീരമായിട്ട് പെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇതാ കണ്ടോ, മഞ്ഞിങ്ങനെ മുകളിലേക്ക് പൊന്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങിയാലോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. വല്ലൂർ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ. മഴ ഇങ്ങനെ നിൽക്കാണ്ട് പെയ്യണ കാരണം കൊണ്ടാന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ട് തന്നെ നല്ല ഒരു ക്ലൈമറ്റും നല്ല തണുപ്പും ഒക്കെയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ നമുക്കിന്ന് പുറത്ത് പോകണം, നമുക്കിന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ കാലത്ത് തന്നെ കുറച്ച് അൽത്തുകുലത്ത് പരിപാടികളും കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനി 2 ദിവസം മുടക്കാണ്. അത് കാരണം ശ്രീകുട്ടൻ എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ കഴിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരൊറ്റ മാവിൽ തന്നെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ പല പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഇന്ന് കുറച്ചധികം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാവൊന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലാണ് പതിവ് പോലെ തന്നെ ഈ പതിവ് പോലെ തന്നെ ഒരുപാട് വട്ടമായി ഞാൻ ഉപയോഗിക്കണു അല്ലേ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിലല്ലേ കുഴച്ചെടുക്കാറുള്ളത്. നമ്മുടെ നൂൽപുട്ടിന് വേണ്ടിയിട്ടായാലും ഇടിയപ്പത്തിന് വേണ്ടിയിട്ടായാലും രണ്ടൊന്നാണല്ലോ, കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടായാലും ഒക്കെ. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇടിച്ച് പരത്തി കുഴച്ചെടുത്തിട്ടുണ്ട് സംഭവം. ഇനി ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം, ഒരു 2-3 ടീസ്പൂൺ വെള്ളം വെച്ചിട്ട് അതിൽ നമ്മൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, ഇവിടെ നമ്മൾ പൊടി ശർക്കര മറയൂർ ശർക്കരയാണ് ഉപയോഗിക്കുക കേട്ടോ, അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ദാ നമ്മുടെ ഒരേ വലുപ്പത്തിൽ നമുക്കിങ്ങനെ കൊത്തും കൊതിയൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മധുരമൊക്കെ പിടിച്ച് കിട്ടുകയും ചെയ്യും. അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് നമുക്കതിൽ വെള്ള അവിലോ അല്ലെങ്കിൽ ചോപ്പ് അവിലോ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിലുള്ള അവിലുണ്ടെങ്കിൽ ഇനി ഫില്ലിങ്ങിലും കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്ത് അതിനൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് നെയ്യും അതുപോലെ തന്നെ നമ്മുടെ നറുനെയ്യും അതുപോലെ ഈ ചുക്കോ അല്ലെങ്കിൽ ഏലക്കായോ ഒക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കും കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാൻ. ചിലർ ചെറുള്ളിയും ജീരകവും ചേർക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ ഭാരത് ഹോട്ടലുണ്ട് കേട്ടോ. ഭാരത് ഹോട്ടൽ നിങ്ങൾ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഒരു അട കിട്ടും. കഴിച്ചിട്ടില്ലെങ്കിൽ മേടിച്ച് കഴിച്ചോളൂ എൻ്റെ മക്കളെ. അതിങ്ങനെ നമ്മുടെ ഈ ദോശ പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു വെക്കുക. അപ്പോൾ എനിക്കത് ഭയങ്കര മധുരമായ കാരണം കൊണ്ട് കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ ബാക്കി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇങ്ങനെ വാട്ടിയ ഇലയിൽ അവിടെ നിന്ന് കിട്ടണം നമ്മുടെ അട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ മാവ് ഇത്തിരി അധികം വേണേ. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചില്ല, പകരം നമ്മളിങ്ങനെ സാധാരണ അട ഉണ്ടാക്കണ പോലെ തന്നെയാണ് ചെയ്യണത്. അപ്പം നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതിൽ കഴുകി വൃത്തിയാക്കിയ വാഴയില ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കിട്ടുകയും ചെയ്യും. വാഴയില പൊട്ടൂലേ. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അറിവാണ്. ഇന്നലെ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ചേച്ചിമാരാണ് എനിക്ക് പറഞ്ഞു തന്നത്. നമ്മൾ തലമുറകൾ പിന്നിടണല്ലോ. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു ഭാരതിൻ്റെ ടച്ച് വന്നിട്ടുണ്ടല്ലോ. ഞാൻ അതിനാണ് നെയ്യ് ഒഴിച്ചത് കേട്ടോ. അവർ നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളിത് ആ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത് പരത്തി കൂട്ടി ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇവരിങ്ങനെയല്ല മടക്കാം കേട്ടോ. അവർ മടക്കുമ്പോൾ ഒരു ത്രികോണാകൃതിയിലേ വരിക. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കിത് നല്ല രുചിയോട് കൂടി കഴിക്കണം എന്നല്ലേ ഉള്ളൂ. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് അടയാണ്. ശ്രീകുട്ടന് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലും ഇവിടെ ചേട്ടന്മാർക്ക് പണിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. കാലത്ത് 11 മണിയാകുമ്പോൾ ചില ദിവസങ്ങളിൽ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചേട്ടന്മാരിൽ, പണി വെക്കി വരുന്നവർ. അപ്പോൾ അവർക്ക് ഈ ചായയുടെ ഒപ്പം തന്നെ ഒരു അടയോ ഒരു കോഴിക്കോട്ടയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആവും. ശ്രീകുട്ടന് കാലത്ത് ചോറ് കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ സ്നാക്കിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ്, അടയോ 2 കോഴിക്കോട്ടെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അവനും ഹാപ്പിയാവും. 4 മണിക്ക് കഴിക്കാൻ വരുമ്പോഴും എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഈ ചോറ് കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്യണത്. എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാലത്തുപോലത്തെ പരിപാടികൾ ചെയ്ത് വയ്ക്കും. ഇത് പിന്നെ നമുക്ക് 1-2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും ഉപയോഗിക്കാം. വളരെ ഫ്രഷ് ആയ സാധനങ്ങളാണ് മക്കൾക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുകയെന്നുണ്ടെങ്കിലും നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും നമുക്കത് പറ്റാറില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് തന്നെ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായ കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മളങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്കിവിടെ അവൈലബിളും അല്ല, നമ്മളത് അങ്ങനെ കൊടുക്കാറുമില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഒരു അവരെ കൊതി മാറാന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മണിപ്പൂട്ടിന് വേണ്ടിയിട്ടുള്ള, മണിപ്പൂട്ട് 2 രീതിയിൽ നമ്മുടെ നാട്ടിൽ പറയും. ഈ
ഇതുപോലെ ചെയ്തിട്ട് പുട്ടുണ്ടാക്കും. അതായത് കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് മറ്റേ കാടമുട്ടകൾ പോലെ ആക്കിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയില്ല, വെറുതെ പുഴുങ്ങിയെടുക്കുക ചെയ്യണം. അതെന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് തൃശ്ശൂർക്കാർക്ക് പരിചയമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കുന്നുണ്ടെന്ന്. അങ്ങനെയല്ല കേട്ടാ, നമ്മൾ നമ്മുടെ നാട്ടിൽ വരുന്ന കുറച്ച് കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ വേറെ നാട്ടിലുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ലേന്ന്. അപ്പോൾ നമ്മളത് അനുകരിക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ. ഞാൻ ചെയ്തു നോക്കാറുണ്ട്, നിങ്ങളോട് പറയാറുണ്ട് ഇന്ന വീഡിയോയിലാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ കൊഴുക്കട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണിപ്പൂട്ടിന് വേണ്ടിയിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞു മണികളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അട ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. 4 മണിക്ക് ചേട്ടന്മാർക്ക് ഈ ഒരു അടയും ഒരു ഗ്ലാസ് ചായയും കിട്ടുകയാണെങ്കിൽ അവർ ഹാപ്പിയാണ്. അത് കാരണം നമ്മൾ ഇങ്ങനത്തെ വക പരിപാടികളാണ് കൂടുതലും ചെയ്തു വെക്കാറ്. കുറച്ച് പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസത്തിൽ ചെയ്യേണ്ടി വരുന്ന ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ഒഴിച്ചുകൂടാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കുറുക്ക് വഴികൾ കണ്ടുപിടിക്കും. അങ്ങനെയുള്ള വഴിയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ അട വെന്തു, കൊഴുക്കട്ട വെന്തു, മണിപ്പൂട്ട് വെന്തു. ഇനി ഫൈനലി നമുക്ക് ഈ മണിപ്പൂട്ട് എന്താ ചെയ്യാന്നറിയോ? മണിപ്പൂട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് നാളികേരം പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അതങ്ങോട്ട് കോരി കുടിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. നമ്മുടെ ഹെവൻലി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. ചെറുപ്പത്തിൽ അമ്മ 4 മണിക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ, ഞാൻ നന്ദിക്കര സ്കൂളിലാണ്, ഗവൺമെൻറ് സ്കൂളിലാണ് ഹയർ സെക്കൻഡറി പഠിച്ചത്. അപ്പോൾ ഞാൻ പുതുക്കാട് വരെ ബസ്സിൽ വന്നിട്ട് പുതുക്കാടുന്ന് സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഞാൻ മണ്ണമ്പേട്ടയ്ക്ക് എത്തുക. ഈ നാടും വീടും പേരൊന്നും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, പക്ഷേ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ സൈക്കിൾ ചവിട്ടി കയറ്റമൊക്കെ ഉന്തി കയറ്റി വിശന്ന് വലഞ്ഞ് ചെല്ലുമ്പോൾ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എൻ്റെ മക്കളെ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. ഇവർ യൂണിഫോം ഒരു മാറാണ്ട് കൈ കഴുകി ഇത് കഴിക്കുന്ന ദിവസങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് നമ്മൾ ആ പിഴിഞ്ഞെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതായത് നാളികേരം പാല് പിഴിഞ്ഞെടുത്ത ആ കൊറ്റൻ ഉണ്ടല്ലോ, ആ ഒരു ചണ്ടി എന്ന് എന്നോട് പറയുക, ആ നാളികേരം പീര, അതിന് തന്നെ പറയാം. ആ നാളികേരം പീര നമ്മൾ ആ മാവിൻ്റെ കൂടെ ഒന്ന് കുഴച്ച് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് പീച്ചാമ്പൊടി എന്ന് പറഞ്ഞ രൂപത്തിൽ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 4 വിഭവം. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെയില്ല, ഒരു വെടിക്ക് 4, 5, 6 പക്ഷികളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരൈറ്റാണ് ഈ കാണുന്ന അട, ഈ ഒരൈറ്റാണ് മണിപ്പൂട്ട്. ഇത് നമ്മൾ ഈ നാളികേരം പാലിൽ ഇട്ടിട്ട് കഴിക്കണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് വെറുതെ ഇങ്ങനെ മണി പോലെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കപ്പലണ്ടി പോലെ ഇങ്ങനെ പറക്കി തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതാ വായിലേക്ക് പോയ സീനാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ പിന്നെ നമ്മുടെ കൊഴുക്കട്ട കേട്ടോ, കൊഴുക്കട്ടയും നമുക്ക് അവിടെ ഭാരതിൽ കിട്ടും. നല്ല ഇങ്ങനെ പൂ പോലത്തെ കൊഴുക്കട്ട, ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയാ പറയുക, കണ്ട നല്ലൊരു ഫീൽ വരുന്നില്ലേ? ഇപ്പോൾ വിശക്കുന്ന നേരത്തെ ഇതെങ്ങനെ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പ്രാവുന്നുണ്ടാവും. ദൈവമേ, നിനക്ക് ഭക്ഷണം കിട്ടാണ്ട് പോട്ടെടി എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ അടയും ഇതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഫില്ലിങ്സ് ഒക്കെ നല്ല സ്വീറ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് സ്വീറ്റ്നെസ് കൂടുതലൊന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ നമുക്കൊരു പ്രശ്നമില്ല, വെള്ളം ചായക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. മധുരം എല്ലാവരും ഇഷ്ടമുള്ളവരായ കാരണം കൊണ്ട് ഫൈനലി നമ്മുടെ പീച്ചാമ്പൊടി വരെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വെടിക്ക് നമ്മൾ താഴത്തിട്ട 5-6 പക്ഷികൾ. അപ്പോൾ ഇങ്ങനെയുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഉച്ചക്കലത്തെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി, അയില വറുത്തത്, പിന്നെ ഒരു തോരൻ വേണമല്ലോ നമുക്ക്. അത് നമ്മൾ ബീട്രൂട്ട് തോരനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സമയം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും ഒരു ബോറടിക്കുന്നുണ്ടാവില്ലേ, കാരണം നമ്മൾ ഈ ചെയ്ത പണികളല്ലേ എന്നും ചെയ്യുന്നത്. എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്, എനിക്കിതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ, പൊരിച്ചും വറുത്തും ഒക്കെ എടുക്കാം. നമ്മൾ സാധാരണ അയില വറക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഇടില്ല. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി മാത്രമേ ഇടുള്ളൂ. അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോപ്പർ റൂട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ബീട്രൂട്ട് ഉണ്ടല്ലോ, അതിൽ കുറച്ച് സവോളയും അതുപോലെ തന്നെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കും, കുറച്ച് 1-2 അല്ലി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും, പച്ചമുളക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നാളികേരം കൂട്ടി കൈ കൊണ്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഈ പാൻ വെച്ചു, അതിൽ നമ്മൾ കടുക് കൂട്ടിച്ചു, പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല ഇട്ടു, നമ്മൾ ആ കൈ കൊണ്ട് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പച്ചക്കറി ഉണ്ടല്ലോ, ബാക്കി സംഭവങ്ങളൊക്കെ അതിലിട്ട് കൊടുത്തു കേട്ടോ. ഇത് നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ കിരീടം വെക്കാൻ വേണ്ടിയിട്ട്, കിരീടം നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നോട്, ഇത് എവിടുന്ന സംഭവം മേടിക്കണേന്ന്. അത് നമുക്ക് ഓയിൽ ഡിസ്പെൻസർ ക്യാപ്പ് നിന്ന് നമ്മുടെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ തോരൻ റെഡിയാക്കിയിട്ടുണ്ട്, മീൻ വറുത്തത് റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വന്നിട്ടുണ്ട്. ആ തോരനിലത്തെ വെള്ളം ഒന്ന് ജസ്റ്റ് വെറ്റുമ്പോൾ നമുക്കത് അടച്ചു വെക്കാം. അതോടൊപ്പം തന്നെ വലിയ മാങ്ങയൊന്നും ഇടാത്ത മാങ്ങ പൂളുകൾ ഇട്ടിട്ടുണ്ടായ നമ്മുടെ ഈ
മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ അതുണ്ടാക്കാം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പരാതി വരാറുണ്ട്, ഇങ്ങനെയല്ലേ ശ്രീ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെയാണോട് ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീട്ടിലത് കഴിക്കണ ഒരു വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്നോ പറയാറില്ല, ഒരു കോൺഫിഡൻസ് വരുന്ന കറി എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്ക് വൺ ഓഫ് ദി മാമ്പഴ പുളിശ്ശേരി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി. എല്ലാവരും കഴിച്ചിട്ട് നന്നായി എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാമ്പഴം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ പുളിയിട്ടിട്ടുണ്ടാക്കും. അതിൽ നമ്മൾ ഉപ്പും നമ്മുടെ നാടൻ പച്ചമുളക് ഇടണമെന്ന് നിർബന്ധമാണ് കേട്ടോ ഇവിടെ. ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ നാടൻ പച്ചമുളക് ഉണ്ടെങ്കിൽ മാത്രമാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഈ എന്താ നമ്മളതിൽ പൊടിച്ചിട്ട് സാധനം കുരുമുളക്, കുരുമുളക് നന്നായിട്ട് പൊടിച്ച് അതിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ആ മാങ്ങ ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിൽ വെളുത്തുള്ളി ഇടില്ല, ഉള്ളി ഇടില്ല, ജീരകം ഇടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാനതിലിടും കേട്ടോ. നാളികേരം, നല്ല ചൂന്യമുളക് ഒരു 5-6 ജീരകം, കുഞ്ഞുള്ളി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ല ഇങ്ങനെ വെണ്ണ പോലെ അരച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ നാളികേരം നന്നായിട്ട് വെന്ത് വരില്ലേ. ഇതിപ്പോൾ വെറ്റിയില്ലേ, നമ്മുടെ ആ വെള്ളം വെറ്റി. ഇനിയിപ്പോൾ നാളികേരത്തിലത്തെ വെള്ളത്തിൽ വേണം അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. നാളികേരത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് അതിൻ്റെ ലൂസാക്കിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ചില സമയങ്ങളിൽ ഇങ്ങനെ കാളം പോലെയൊക്കെ ഇരിക്കും. കാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കട്ടിയിലിരിക്കുന്ന സാധനമാണ്. മോര് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ മോരുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോരും തൈരൊക്കെ കൂട്ടിയിട്ട് വെറുതെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചമ്മന്തി അല്ലെങ്കിൽ ചെമ്മീൻ ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുരട്ടി കട്ടി കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് മോരെപ്പോഴും ഉണ്ടാവും. അതടിച്ച് നമ്മൾ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ കാച്ചിടുക എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചിലർ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് മുളക് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യണില്ല. വെറുതെ വറ്റൽമുളകും കടുകും വേപ്പിൻ്റെ ഇലയും പൊട്ടിച്ച് അതിലിട്ട് നമ്മുടെ കറി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി അധികം വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് 2-3 ദിവസം ഇരിക്കണം. എന്നും വൈകുന്നേരം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഇങ്ങനെ ഒന്ന് വെറ്റിച്ച് വെക്കണം. എന്നിട്ട് അത് കഴിക്കണം കാലത്ത് പഴങ്കഞ്ഞിയുടെ ഒക്കെ ഒപ്പം. അമ്പോ സംഭവം കിടുവാണ്. ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പം മാമ്പഴം അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട മാമ്പഴമൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയാണ് ഇനി ചോറ് വിളമ്പാൻ പോകുന്ന ആൾ കേട്ടോ. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിൽ അമ്മയാണ് എനിക്ക് എന്നും കറികളൊക്കെ ഉണ്ടാക്കി തരിക. പിന്നെ അമ്മ കടയിൽ നിന്ന് വരുന്ന കറികളൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക. ഇപ്രാവശ്യം ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അയില വറുത്തതും മാമ്പഴ പുളിശ്ശേരിയും തോരനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ അതൊക്കെ ഇങ്ങനെ വിളമ്പാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൊബൈലും കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റോറി. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയും അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായ നമ്മുടെ കൈപ്പയ്ക്ക മീൻകറിയും തോരൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീട്രൂട്ടും നല്ല അയില വറുത്തതും പിന്നെ നല്ല അച്ചാർ, അതും മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്ന അച്ചാറില്ലേ, അടിപൊളി മാങ്ങിട്ട അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ക്ലാസ്സിൽ പോകേണ്ട നേരമായിട്ടുണ്ട്. ശ്രീകുട്ടനെ അമ്മേരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നല്ല മഴയത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് നമുക്ക് ഓടാം. നമുക്ക് അവിടെയാ ബസ് വരിക. കണ്ടോ മഴ കണ്ടോ, നല്ല മഴയാ. നമുക്ക് ബസ് വരാറാകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം നമുക്ക് ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങിയാൽ മതി. മഴയുള്ള ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ പുതിയ മൂക്കുത്തി ഇങ്ങനെയുണ്ട്. ചേട്ടന്മാർ പണിയുണ്ട്. ചേട്ടന്മാർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാട്ടാ. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ബസ് ഉണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് സമയം നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ വാഴത്തോട്ടമൊക്കെ താണ്ടി വാഴ ഇങ്ങനെ നിറച്ച് കുലച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓണാകുമ്പോഴേക്കും വെട്ടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ഭാഗ്യൻ്റെ വാഴത്തോട്ടമാണ്. കണ്ടോ, നിറച്ച് ചാക്കിട്ട് നിർത്തി വെക്കുന്നത് കണ്ടോ. അതിൽ മുഴുവൻ കായക്കുലകളാണ്. ഞങ്ങൾ ടീച്ചറുടെ പിറന്നാളാണ് അത്ര. അപ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും മേടിക്കാനായിട്ട് ചേച്ചിയും കുഞ്ഞിനെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതാണ് ഞങ്ങളുടെ പുത്തമ്പള്ളിയുടെ തെരുവോരം അല്ലേ ചേ? തെരുവോരം എന്നാണോ പറയാ? വഴിയോരം. അഴിച്ചിട്ട് പോകുന്ന 2 കളർ കോഴികളാണ്. കളർ കോഴികളുടെ ടീച്ചർമാർക്കാണ് മേടിക്കാൻ പോകുന്നത്. ഇവിടെ തപ്പി നടക്കാണ് കേട്ടോ. ഞാൻ
അങ്ങനെ നമ്മൾ സമ്മാനം തേടിയെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷൻ തേടിയെത്തിയിരിക്കുന്നത് ഫെജിയിലാണ് കേട്ടോ. ഫെജിയിൽ നമ്മളിങ്ങനെ കുറേ നേരം അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ എടുത്തു, അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പതിവായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എൻ്റെ വീഡിയോസിൻ്റെ ഒരു മൂലക്കിലായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നോട് ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ചോദിക്കാറുണ്ട്, ശ്രീത ഇവിടുന്നാടാണ്, ഇത് നമ്മുടെ ഫെജിയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതുപോലത്തെ പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ജീവനുള്ള പ്ലാന്റുകളാകുമ്പോഴേ ചൂട് തട്ടുമ്പോൾ അവർക്ക് സങ്കടം, അവരിങ്ങനെ കരിഞ്ഞുണങ്ങി എന്നോട് പരാതി പറയാം. അപ്പം ഞാൻ വിചാരിച്ചാൽ അവരെ മാറ്റിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് പ്ലാന്റുകൾ വെക്കാമെന്ന് വിചാരിച്ചു. രണ്ടാളും കൂടി പരതലോട് പരതലാണ് കേട്ടോ. അപ്പോൾ ബഡ്ജറ്റും കൂടി വെക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരുപാട് സാധനങ്ങൾ അത് ഇതൊക്കെ ചേച്ചിയമ്മയും ഞാനും കുഞ്ഞനും അനുക്കുട്ടിയാണ് അപ്പുറത്തേക്ക്. എന്താ അനുഭവം എന്നാണ് കുഞ്ഞൻ്റെ സുഹൃത്താണ്, കുഞ്ഞൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതിന് കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചു. ഞാനിവിടെ ഇരിക്കുന്ന ഓരോ മരത്തിനൊക്കെ വില നോക്കിയപ്പോഴേ നല്ല വിലയുണ്ട്. അപ്പം ഞാൻ അവിടെ വലിയ മരങ്ങളാണ് കേട്ടോ. എനിക്ക് വെള്ളപ്പൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി പുതിയ വീട് പണിയുമ്പോഴേ കുറേ ഐഡിയകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ വന്നപ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് 2-3 സെക്ഷനൊക്കെ ആയിട്ടാണ് അവിടെ തിരിച്ചിരിക്കുന്നത്, നിറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു വല്ലാത്ത ലോകം, ഒരു വല്ലാത്ത ജാതി എന്ന് പറയുന്ന പോലെ വല്ലാത്ത ലോകമാണ്. ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് നിറയെ പൂക്കളിരിക്കുന്ന കണ്ടപ്പോൾ ചിറ്റു ഒരു ഫോട്ടോ എടുത്തൊരു ചിറ്റേന്ന് കുഞ്ഞൻ ചോദിച്ചപ്പോൾ നമ്മൾ പിന്നെ ടപ്പ എന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ തൊട്ട് അടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറി. അവിടെ നിന്നും കുറേ ഈ ചെടികളുടെ കടകൾ, അവിടെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മാത്രം വിൽക്കുന്ന കടകളാണ് തൊട്ടടുത്ത്. അവിടെ ഒരു ചേച്ചി എന്തൊക്കെയോ പരിപാടികൾ, അൽത്തുകുളത്ത് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ സെറ്റ് ചെയ്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തത്തിൽ ആ ഷോപ്പിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ കുറേ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നിറച്ച് ചെടികളും അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ പ്ലാസ്റ്റിക്കാന്ന് മാത്രം. ഇതിലേക്ക് കയറിണെങ്കിൽ ഭയങ്കര സന്തോഷം. പൂക്കാലം വന്നു, പൂക്കാലം തേനുണ്ടോ ഓർക്കിഡിന്റെ ഇലയ്ക്ക് എന്തോ ഒരു, ഓർക്കിഡിന്റെ ഇലടാ ആന്തൂറിയത്തിന്റെ ഇലയ്ക്ക് എന്തോ ഒരു വശപ്പശകല്ലേ. അത് കാരണം ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചിക്ക് ഫോട്ടോ വേണമെന്ന് പറഞ്ഞു, ചേച്ചിക്ക് ഫോട്ടോ എടുത്തു. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ മേടിച്ചാണ്ടിട്ട് വെച്ചാൽ സെറ്റിലായ കളറുകളും ഇങ്ങനത്തെ കുറച്ച് വെള്ള വെച്ച ഭംഗി ഉണ്ടാവില്ലേ? റെഡ്, വെള്ള പെയിന്റിൽ റെഡ്. നമുക്ക് ഇത് പറഞ്ഞാൽ എന്തായാലും മേടിക്കണം വെച്ചാൽ ഇതേ ഇരിക്കുന്നത് ഫസ്റ്റ്. ഇത് നമ്മളത് എവിടെ ഒരു ഒറ്റ അടുക്കളയിലെ മുക്കിലൊക്കെ ആയിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു ആൻറ്റിക്ക് ടേബിളും ഇതിനെ ഒരു ആൻറ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. ആൻറ്റിക് പീസിൻ്റെ ഉള്ളിലേക്ക്. ഇതാ മഞ്ഞ ഇതാ. മറ്റേത് നമ്മുടെ അവിടെ ഇരിക്കണില്ലേ കൂജയില്, നമ്മുടെ ചേച്ചി നേരത്തെ എടുത്ത പൂവ് ഓർക്കിഡല്ല, മറ്റേ പൂവ്. വീട്ടിലിന് വെക്കിയ സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മേടിച്ചതന്നെ. അത് ഞങ്ങൾക്ക് ആ കടയിൽ നിന്നൊന്നും പിടിച്ചില്ല. തൊട്ടപ്പുറത്തെ കടയിൽ കയറി. ഇത് പുത്തമ്പള്ളിയുടെ പിൻവശത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് പോലെയാണ് കേട്ടോ. നമുക്ക് എല്ലാം കിട്ടുന്ന പോലെ. ഇപ്പോൾ നമ്മൾ ബ്രോഡ്വേ എന്നൊക്കെ പറയില്ലേ നമ്മുടെ എറണാകുളത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മിഠായി തെരുവൊക്കെ പോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ അവിടെ പുത്തമ്പള്ളി എന്ന് പറയുന്നത് എല്ലാം കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബാഗ് നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിന് ചെരുപ്പ് നോക്കണം എന്ന് പറഞ്ഞു. കുഞ്ഞിന് ഏത് ചെരുപ്പ് ഇട്ടാലും പിടിക്കില്ല കേട്ടോ. ആള് ഒരു ചെരുപ്പ് കുറേ നാൾ യൂസ് ചെയ്യും. പക്ഷെ അതിങ്ങനെ ഭയങ്കര കംഫർട്ടബിളായിട്ട് പറ്റുന്ന ഒരു കാര്യം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കാല് പൊട്ടുന്നു, അവിടെ വേനെടുക്കുന്നു ഇവിടെ വേനെടുക്കുന്നു ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തപ്പി നടന്നൊരു കടയിൽ നിന്ന് ചെരുപ്പൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ മേടിച്ച് ഭാഗ്യനുള്ള ചെരുപ്പൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് അന്നത്തെ ഷോപ്പിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് AGN ഗോൾഡൻ ഡയമണ്ട്സിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ ഗോൾഡ് മാത്രം, പക്ഷേ അവിടെ നമ്മുടെ മൂക്കുത്തിയും വെള്ളിയാഭരണങ്ങൾ മാത്രമല്ല ഗോൾഡും കിട്ടുമെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ ഗോൾഡും അതുപോലെ തന്നെ കുറച്ച് അയൽത്തുകൂടുതൽ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിലെ തൊട്ട് അപ്പുറത്തുള്ള ATMൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള വഴിയാണ് കേട്ടോ. അവിടെ ഈ കാണുന്നതാണ് ഒരു പടക്കക്കട. അവിടെ എന്നും എപ്പോഴും തുറന്നിരിക്കുന്നത് പടക്കക്കടയാണ് കേട്ടോ. നമുക്ക് ഈ പടക്കക്കട അന്വേഷിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വിശേഷങ്ങൾക്ക് നടക്കാറുണ്ടാവൂല്ലേ. 2 പടക്കം പൊട്ടിക്കണം, ഒന്ന് നാട്ടുകാരെയൊക്കെ അറിയിക്കണം എന്ന് തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ പടക്കം അന്വേഷിക്കാറില്ലേ. അപ്പോൾ തൃശ്ശൂർക്കാരെങ്കിലും നിങ്ങൾക്ക് പടക്കം കിട്ടുന്ന സ്ഥലം അറിയില്ലെങ്കിൽ ഞാൻ പറയാം, ഈ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കട നമ്മൾ ഈ സംഭവം പടക്കക്കടയാണ് കേട്ടോ. ഇവിടെ എന്നും തുറന്നിരിക്കുന്നു. ഞായറാഴ്ച തുറക്കുമെന്നൊക്കെ അറിയില്ല. ആ നേരെ കാണുന്നതാണ് നമ്മുടെ പുത്തമ്പള്ളി എന്ന് പറയുന്നത്. പുത്തമ്പള്ളിക്ക് പൊതുവെ പറയുന്നതാണ് കേട്ടോ, നമ്മൾ ചന്ദ്രനിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വരെ പുത്തമ്പള്ളിയുടെ ആ ചുവപ്പ് കുരിശ് കാണുന്ന പറയാം. ഇത് ഹോളി മോള്. ഇവിടെ നമ്മുടെ അച്ഛൻ്റെ പട്ടൊക്കെ കിട്ടുന്ന സമയത്ത് അവരിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അനുപമയുടെ വീട്ടിൽ വിട്ടിട്ട് AGN ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോവാണ്. അവിടെ പോകുന്നതിന് കാരണം ഇന്ന് വൈകുന്നേരം
ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് ജൂലൈ 13 എൻ്റെ ബർത്ത്ഡേ, ജൂലൈ 14 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലിൻഡോ ചേട്ടൻ്റെ കടയിൽ പോവാണ്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഈ വഴി കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല വിശാലമായ കാറ്റ്, നല്ല അടിപൊളി വഴി, ഒരു അടിപൊളി വൈബായിരുന്നു. അപ്പോൾ കുഞ്ഞും കുറേ മാലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പതുക്കെ വീട്ടിൽ പോവാണ്. ഭാഗ്യനോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസിൻ്റെ കാര്യമൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളെപ്പോഴും നൂൽ പൊറോട്ട എവിടെ നിന്ന് മേടിക്കാറെന്ന് ചോദിക്കാറില്ലേ? ഇതാ ഈ ഒരു കുളത്തിൻ്റെ അവിടെ, ഒല്ലൂർ കുളത്തിൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടെ ഒരുപാട് പലഹാരങ്ങൾ കിട്ടാറുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നൂൽ പൊറോട്ട മേടിക്കാറുള്ളത് കേട്ടോ. നൂൽ പൊറോട്ട മാത്രമല്ല, അവിടെ വേവിക്കാത്ത ചപ്പാത്തിയും വേവിച്ച ചപ്പാത്തിയും ഒക്കെ കിട്ടും. നൂൽ പൊറോട്ടയ്ക്ക് 10 രൂപയാണെന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല കേട്ടോ എത്ര രൂപയാണെന്ന്. സാധാരണ പൊറോട്ടയാണ് നമുക്ക് അവിടെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് വൈകി ചെന്നാലാണ് നൂൽ പൊറോട്ട കിട്ടുള്ളൂ കേട്ടോ. എല്ലാരും ചൂടില്ല. ബൾക്കായിട്ടുള്ള ഓർഡർ അവിടെ സ്വീകരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യൻ വേഗം നമ്മുടെ ഉണ്ണിയപ്പല്ലടാ, അത് നെയ്യപ്പത്തുമ്പോൾ കൈവച്ചപ്പോൾ ഞാൻ അവിടെ വെച്ചു. ഈ മധുരമുള്ള സാധനങ്ങൾ കഴിക്കൽ ഭയങ്കര കൂടുതലാണ് ഭാഗ്യന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ വേവിച്ച ചപ്പാത്തി കേട്ടോ. ഇത് 50 രൂപ ഒരു പാക്കറ്റിന്. പിന്നെ വേവിക്കാത്ത ചപ്പാത്തി ഉണ്ട്, അതിനും 50 രൂപയൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കടയിലെത്തിയപ്പോഴാണ് ജെനി ആൻറ്റിയുടെ ഈ ഒരു പ്രസൻറ്റ് കണ്ടത്. സർപ്രൈസ് ആയിട്ട് ജെനി ആൻറ്റിയാണ് ആ ഒരു പറഞ്ഞില്ല കേട്ടോ, ഓൺലൈനായിട്ട് കേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 കേക്ക് എത്തിയില്ല. ഞാൻ വൈകുന്നേരം മുറിക്കുക. ചിറ്റയുടെ ബർത്ത് എല്ലാ കൊല്ലം കിട്ടാറില്ലേ? കഴിഞ്ഞ കൊല്ലം നമ്മള് ലുംബിനി പോയിട്ട് മുറിച്ചു. അന്ന് 2 കേക്ക് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഭാഗ്യന്റെ എന്റെയും വെഡിങ് ആനിവേഴ്സറി, ഒരെണ്ണം എന്റെ ബർത്ത്ഡേ. ആരും ഓർത്തില്ലെങ്കിൽ എന്താ ജെനി ആൻറ്റി ഓർത്തു കണ്ടാ. സ്വന്തം ഭർത്താവ് വരെ ഓർത്തില്ല. ഈ പ്രസന്റ് കിട്ടിയ പിന്നെ നമുക്ക് ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അറ്റ്ലീസ്റ്റ് കേക്കെങ്കിലും മുറിച്ച് നിങ്ങളെ കാണിച്ചു തരണ്ടേ. വെറുതെ ഇങ്ങനെ ഒരു കേക്ക് മുറിക്കുക, അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതൊരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആവോലിയാണ് മീന്. മീനിന്റെ രാജാക്കന്മാരിൽ ഒരാളാണ്. അപ്പൊ ഒരു മന്ത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഐക്കൂറ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന മീനാണ് ആവോലി. ആവോലി നല്ല മുള്ളില്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള മീനാട്ടാ. മുള്ളൊക്കെ ഭയങ്കര, മുള്ളു കുത്തില്ല വായയിലൊന്നും, അങ്ങനത്തെ ഒരു മീനാണ്. അപ്പോൾ മോനിത് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഒരെണ്ണം. അപ്പോൾ 1 കിലോനാണ് ഈ മീൻ, 1 കിലോ മീൻ വേണം. അപ്പോൾ ഇതിന് 800 രൂപയുള്ളൂ കേട്ടാ, വളരെ വില കുറവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വല്ലപ്പോഴൊക്കെ എന്താ ആവോലി മേടിച്ച് കഴിച്ച് മീൻകാരെ സഹായിക്കുക. പിന്നെ ബുക്കും സഹായവും നല്ലതൊക്കെ തിന്നണ്ട എപ്പോഴെങ്കിലും ഒക്കെ. അപ്പൊ കൂട്ടാൻ വെച്ചിട്ട് വരാം. ഇതപ്പോ നല്ല മാങ്ങിയിട്ട് പാല് പിഴിഞ്ഞ്, തേങ്ങാപ്പാല് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ള നല്ലൊരു കറി അമ്മ കാണിച്ചു തരാം. അപ്പൊ ഭാഗ്യന് കൊടുത്ത ഒരു വലിയ സർപ്രൈസും ഇതുപോലെ തന്നെ മീനിന്റെ വിഭവങ്ങളും അന്നുണ്ടാക്കിയ സ്പെഷ്യലൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.